ഹായ് മക്കളെ, നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണെന്നറിയാം. സോ ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്ത് പോകാം. പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്കിന്ന് ഇലക്ട്രോ കെമിസ്ട്രി ഒന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, സോ നമ്മൾ തുടങ്ങുകയാണ് ഏടാ മക്കളെ. ശരി, എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തുടങ്ങാം. മക്കളെ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പുകളെക്കുറിച്ച്, അവർ തമ്മിലുള്ള ഇൻ്റർ കൺവേർഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിൻ്റെ പേര് തന്നെയാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദ ഇൻ്റർ കൺവേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നതിനെക്കുറിച്ചും കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കിയും മാറ്റാം, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കിയും മാറ്റാം, അല്ലേ? ആണ്. അപ്പോൾ ആ രണ്ട് പോസിബിലിറ്റീസിനെ നമുക്ക് രണ്ട് തരത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്ന ഡിവൈസുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ. അതായത് മക്കളെ, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കിയോ അല്ലെങ്കിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കിയോ മാറ്റുന്ന ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ രണ്ട് തരത്തിലുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. കാരണം അവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടല്ലോടാ മക്കളെ. എന്താ ഒന്നാമത്തെ പോസിബിലിറ്റി? കെമിക്കൽ എനർജിയെ, ഒരു സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളുമുണ്ട്. മക്കളെ, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ നടത്തുന്ന ഡിവൈസുകളുമുണ്ട്. മക്കളെ, ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡിവൈസുകളെ നമ്മൾ വിളിക്കുക ഗാൽവാനിക് സെല്ലുകൾ എന്നാണ്. എന്താ വിളിക്കുക? ഗാൽവാനിക് സെല്ലുകൾ, അല്ലെങ്കിൽ ദേ ആർ ആൾസോ കോൾഡ് ആസ് വോൾട്ടായിക് സെല്ലുകൾ. ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലുകൾ. രണ്ടാമത്തെ ഡിവൈസുകൾ നമ്മൾ വിളിക്കുക ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ. എന്താ വിളിക്കുക? ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ. അപ്പോൾ മക്കളെ, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് ആൻഡ് ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ. രണ്ട് തരം സെല്ലുകൾ. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാൽവാനിക് സെല്ലുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളാണ് ഗാൽവാനിക് സെല്ലുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റാണ്, അതിലൊരു മാറ്റമില്ല. ഒരു ഗാൽവാനിക് സെല്ലിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ആര്? ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഡാനിയൽ സെല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്കറിയാം, അതിൻ്റെ മേജർ പാർട്സൊക്കെ അറിയാം. ഒരു കണ്ടെയ്നറിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് ഫില്ല് ചെയ്യുന്നു, അവിടെ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുന്നു. അടുത്ത കണ്ടെയ്നറിൽ കോപ്പർ സൾഫേറ്റ് ആണ്, അവിടെ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യുന്നു. രണ്ട് റോഡുകളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മെറ്റാലിക് വയറിലൂടെ കണക്ട് ചെയ്യുന്നു. രണ്ട് സൊല്യൂഷനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജിലൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഡാനിയൽ സെൽ എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിങ്ക് റോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആനോഡ് എന്ന് വിളിക്കുക. കോപ്പർ റോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാഥോഡ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ആണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനുകളും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനുകളും ഒക്കെ വളരെ കൃത്യമായി നിങ്ങൾക്കറിയാം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷനാണ്. അതുകൊണ്ട് തന്നെ സിങ്ക് 2+ ആയി മാറുകയാണ് ചെയ്യുക ബൈ ലൂസിങ് 2 ഇലക്ട്രോൺ. ആൻഡ് കാഥോഡിൽ എന്താ നടക്കുക മക്കളെ? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനുകൾ റിഡക്ഷനാണ്. അപ്പോൾ കോപ്പർ 2+ അയോൺ 2 ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് എന്തായിട്ട് മാറും? കോപ്പറായിട്ട് മാറും. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷനുകളെ നമ്മൾ ആഡ് ചെയ്ത് എഴുതുമ്പോൾ ഇലക്ട്രോണുകൾ ഈക്വൽ ആവണം കേട്ടോ. ഇലക്ട്രോണുകൾ ഈക്വൽ ആകണം. അപ്പോൾ ഇലക്ട്രോണുകളെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെൽ റിയാക്ഷൻ കിട്ടുക? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗിവ്സ് സിങ്ക് 2++ കോപ്പർ എന്ന് നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടും. ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഒരു ഡാനിയൽ സെൽ എന്താണെന്ന് പറഞ്ഞു. ഇനി മക്കളെ, ഈ പറയുന്ന മെറ്റാലിക് വയറിലൂടെ ഇലക്ട്രോണുകൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? ഇലക്ട്രോണുകൾ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യും. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇലക്ട്രോണുകൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കും ഇലക്ട്രിക് കറണ്ട് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കുമായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് അപ്പോൾ സാൾട്ട് ബ്രിഡ്ജ്? അപ്പോൾ സാൾട്ട് ബ്രിഡ്ജിൻ്റെ യൂസുകൾ നമ്മൾ ഓർക്കണമല്ലോ മക്കളെ. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതൊരു യു ഷേപ്പ്ഡ് ട്യൂബാണെന്ന് നമുക്കറിയാം. അതിനുള്ളിൽ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. ആരൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്? സോഡിയം നൈട്രേറ്റ് ഉപയോഗിക്കാം,
പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കാം. ഇതൊക്കെ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളാണ് ആണല്ലോ. അതിനൊപ്പം അത് മാത്രം മതിയോ? പോരാ സാർ, അതിലൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ജലാറ്റിൻ പോലെ, അഗർ പോലെ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയാം. എന്തിനാണ് സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്? ഒരു ഗാൽവാനിക് സെല്ലിൽ, ഒരു ഡാനിയൽ സെല്ലിൽ സാൾട്ട് ബ്രിഡ്ജിന് പ്രധാനമായി 2 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം മക്കളെ, നമ്മൾ എടുക്കുന്ന 2 സൊല്യൂഷനുകളില്ലേടാ, ആ 2 സൊല്യൂഷനുകളുടെയും 2 ഹാഫ് സെല്ലുകൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ആ 2 ഹാഫ് സെല്ലുകളുടെയും 2 സൊല്യൂഷനുകളുടെയും ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതേ സാൾട്ട് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഗാൽവാനിക് സെൽ എന്താ, ഒരു ഡാനിയൽ സെൽ എന്താ എന്നൊരു ഏകദേശ ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കുക മക്കളെ? ഓരോ ഇലക്ട്രോഡിനും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം നമ്മൾ മുക്കി വയ്ക്കുന്ന മെറ്റൽ റോഡ് അത് ആ മെറ്റൽ അയോണുകളുള്ള സൊല്യൂഷനിലേക്കാണല്ലോ മുക്കി വെക്കുന്നത്. അപ്പോൾ മെറ്റൽ റോഡും മെറ്റൽ അയോണും തമ്മിൽ കോൺടാക്റ്റിൽ വരുമ്പോൾ അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റഡ് ആകും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയാണ്: EM_n+m. അതായത് മെറ്റൽ അയോൺ ആദ്യം ഒരു ബാർ ഇട്ടിട്ട്, ഒരു വെർട്ടിക്കൽ ലൈൻ പോലെ ഇട്ടിട്ട് നമ്മൾ അത് കഴിഞ്ഞ് മെറ്റൽ ആറ്റത്തെ എഴുതും. അപ്പോൾ സപ്പോസ് അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതുക? E ഓഫ് സിങ്ക് മെറ്റൽ ആദ്യം എഴുതും, എന്നിട്ട് സിങ്ക് എഴുതും. കോപ്പറിൻ്റെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? E ഓഫ് കോപ്പർ 2+ ബാർ കോപ്പർ എന്ന് എഴുതും. സിൽവറിൻ്റെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും മക്കളെ? E ഓഫ് Ag+ ബാർ Ag എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ മെറ്റൽ അയോൺ ആദ്യം, അത് കഴിഞ്ഞിട്ട് എന്ത് നമ്മൾ എഴുതും? മെറ്റൽ ആറ്റത്തെ എഴുതും. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെല്ലാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏത് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സംഗതി റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും വെവ്വേറെ ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ള എല്ലാ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രമാണ്. അതുകൊണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കിയാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമല്ലോ നിങ്ങൾക്കല്ലേ? ആ ഇലക്ട്രോണിന് അല്ലെങ്കിൽ ആ മെറ്റലിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണോ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണോ ഉള്ളത് എന്ന് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കിയാൽ മനസ്സിലാക്കും. ഇനി മക്കളെ, നിങ്ങളൊരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനുകളിലായിരുന്നെങ്കിലോ, എന്നുവെച്ചാൽ 298 കെൽവിൻ ടെമ്പറേച്ചറിൽ, 1 ബാർ പ്രഷറിൽ, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അയോണുകളുടെ എല്ലാം കോൺസെൻട്രേഷൻ 1 മോളാറൊക്കെ ആയിരുന്നുവെങ്കിൽ നമ്മൾ പറയും സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണെന്ന് സൂചിപ്പിക്കാൻ മുകളിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള റെപ്രസെൻറ്റേഷനൊക്കെ അതുപോലെ തന്നെയാണ്. Mn+m. സെറ്റാണല്ലോ മക്കളെ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ആണ്. അപ്പോൾ സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? E0 ഓഫ് Zn2+ ബാർ Zn. കോപ്പറിൻ്റെ എങ്ങനെയായിരിക്കും? E0 ഓഫ് കോപ്പർ 2+ ബാർ കോപ്പർ. മക്കളെ, സിൽവറിൻ്റെ എങ്ങനെയായിരിക്കും? E0 ഓഫ് Ag+ ബാർ Ag. റെഡി അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എഴുതുന്നത് സംഗതി നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇതൊക്കെ എന്താണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണ് മക്കളെ. നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോഡുകളുടെയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കാണാം? സെൽ പൊട്ടൻഷ്യൽ കാണാലോടാ. സെൽ പൊട്ടൻഷ്യലിനെ നമുക്ക് 2 തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇ സെൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അതായത് സാധാരണ സെൽ പൊട്ടൻഷ്യൽ. അതല്ല, സ്റ്റാൻഡേർഡ് കണ്ടീഷനുകളിലാണ് എങ്കിൽ നമ്മൾ E0 സെൽ എന്ന് എഴുതും. ഇനി സ്റ്റാൻഡേർഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് സെൽ പൊട്ടൻഷ്യൽ കാണുക? ഹയർ പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ. അഥവാ മക്കളെ, ഇ സെൽ എന്ന് പറയുന്നത് സെൽ പൊട്ടൻഷ്യൽ നോർമലി നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാം, എന്നിട്ട് ഞാൻ രണ്ടും പറയാം. മക്കളെ, സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ കാണുക? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്, ശ്രദ്ധിക്കുക, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ അത് ഇ സെൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും മക്കളെ? സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു
ഇ ഓഫ് കാഥോഡ് മൈനസ് ഇ ഓഫ് ആനോഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണെങ്കിലോ E0 സെൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ ഇ സെൽ ആണെങ്കിലും E0 സെൽ ആണെങ്കിലും നമുക്ക് എങ്ങനെയാണത് എഴുതാൻ പറ്റുക, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. രണ്ടിൽ നമ്മൾ എടുക്കുക കാഥോഡ് മൈനസ് ആനോഡ് ആയിരിക്കും. കാഥോഡ് മൈനസ് ആനോഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് വളരെ എളുപ്പമാണ്. നമ്മളൊരു ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, ഈ രണ്ട് പൊട്ടൻഷ്യലുകളിലും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും മക്കളെ ഒരു സെല്ല് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ റൈറ്റ് സൈഡിലുള്ള ആളുടെ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ആളുടെ പൊട്ടൻഷ്യൽ കുറയ്ക്കുകയാണ് ചെയ്യുക നമ്മളെപ്പോഴും. കാരണം നമ്മളൊരു സെല്ല് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആനോഡ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലും കാഥോഡ് എപ്പോഴും റൈറ്റിലുമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇ ഓഫ് റൈറ്റ് മൈനസ് ഇ ഓഫ് ലെഫ്റ്റ് എന്ന് ഓർത്താലും സംഗതി ക്ലിക്കാവും മക്കളെ, സംഗതി ഓർത്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക മക്കളെ? ഒരു സെല്ല് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആനോഡ് ആണല്ലോ നമ്മൾ ലെഫ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്യുക. അതേ സാർ. കാഥോഡ് ആണല്ലോ റൈറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുക. അതേ സാർ ആണ്. അപ്പോൾ ആനോഡ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നറിയാവോ? മെറ്റൽ ആറ്റത്തെ ആദ്യം എഴുതും, എന്നൊരു ബാർ ഇട്ട് മെറ്റൽ അയോണിനെ എഴുതും, അതല്ലേ. ഇനി കാഥോഡ് ആണെങ്കിലോ മെറ്റൽ അയോൺ ആദ്യം എഴുതും, ബാർ ഇട്ട് മെറ്റൽ ആറ്റം എഴുതും. എന്നിട്ടോ സാൾട്ട് ബ്രിഡ്ജ് സൂചിപ്പിക്കാൻ ഇവർക്കിടയിൽ നമ്മളൊരു ഡബിൾ വെർട്ടിക്കൽ ലൈൻ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഡബിൾ ബാർ ഇട്ട് കൊടുക്കും. കറക്റ്റ് അല്ലേടാ മക്കളെ? ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സിങ്കും കോപ്പറുമുള്ള സെല്ല് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ആരാണ് അവിടുത്തെ ആനോഡ്? ആരാ? സിങ്ക് ആണ്. അപ്പോൾ മക്കളെ നമ്മൾ എങ്ങനെ എഴുതുക? സിങ്ക് ബാർ സിങ്ക് 2+, ഡബിൾ ബാർ ആറാ കാഥോഡ്, കോപ്പർ ആണ്. അപ്പോൾ കോപ്പർ 2+ ബാർ കോപ്പർ. ഇനിയിപ്പോൾ സിങ്കും സിൽവറും ആയിരുന്നെങ്കിലോ, സിങ്ക് ആനോഡും സിൽവർ കാഥോഡും ആയിരുന്നെങ്കിലോ മക്കളെ, ആനോഡ് സിങ്ക് ആണല്ലോ, സിങ്ക് ബാർ സിങ്ക് 2+ ഡബിൾ ബാർ, കാഥോഡ് സിൽവർ ആണല്ലോ മക്കളെ, Ag+ ബാർ Ag. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മക്കളെ. അതിൽ നിന്നുള്ളൊരു ചോദ്യം കണ്ടോ നിങ്ങൾ? ഒരു ചോദ്യം കാണുന്നുണ്ടോ നിങ്ങൾ മക്കളെ? നോക്കൂ. യു ആർ സപ്ലൈഡ് വിത്ത് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ്. കോപ്പർ റോഡ് ഉണ്ട്, സിങ്ക് റോഡ് ഉണ്ട്, സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, 2 ഗ്ലാസ് ബീക്കറുകളുണ്ട്, എ പീസ് ഓഫ് അയർ ഉണ്ട്, 1 മോളാർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്, 1 മോളാർ സിങ്ക് സൾഫേറ്റ് ഉണ്ട്. ചോദ്യം റെപ്രസെൻറ്റ് ദ സെൽ മെയ്ഡ് യൂസിങ് ദ എബവ് മെറ്റീരിയൽസ് എന്നാണ്. തന്നിരിക്കുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുക? അപ്പോൾ തന്നിരിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സെൽ ഏതാ? നമ്മൾ കണ്ട ഡാനിയൽ സെല്ലാണ്. ശരിയല്ലേടാ മക്കളെ? ആണ്. അപ്പോൾ ആ ഡാനിയൽ സെല്ല് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഡാനിയൽ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മക്കളെ ആനോഡായ സിങ്ക്, ലെഫ്റ്റ് സൈഡിൽ Zn ബാർ Zn 2+ ഡബിൾ ബാർ മക്കളെ കോപ്പർ 2+ ബാർ കോപ്പർ. ദിസ് ഈസ് ദി ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 8. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നേൺസ് ഇക്വേഷൻ. അപ്പോൾ നേൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. നേൺസ് ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം മക്കളെ. നേൺസ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ മക്കൾ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക? ഒരു ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഷി ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഷി ഉപയോഗിക്കുന്നത് അറിയാലോ അല്ലേ? എന്താ ഷി എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു വലിയ ബീക്കറിൽ നമ്മൾ 1 മോളാർ കോൺസെൻട്രേഷനുള്ള H+ ആയുള്ള ഒരു സൊല്യൂഷൻ എടുക്കും. അതിലേക്ക് ഒരു ഇൻവേർട്ടഡ് ഗ്ലാസ് ട്യൂബ് വെക്കും. ഒരു ഗ്ലാസ് ട്യൂബ് തല തിരിച്ചു വെക്കും. അതിനുള്ളിൽ പ്ലാറ്റിനം വയറുണ്ട്. അതിൻ്റെ അവസാനം പ്ലാറ്റിനം ഫോയിലുണ്ട്. ഓക്കെ അല്ലേ? ആണ്. ഈ പ്ലാറ്റിനം ഫോയിലിന് മുകളിൽ എന്തുണ്ട്? ഫൈൻലി ഡിവൈഡഡ് ആയ പ്ലാറ്റിനം കോട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്ലാറ്റിനം പൗഡർ കോട്ട് ചെയ്തിട്ടുണ്ട്. 1 ബാർ പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് കണ്ടിന്യൂസ് ആയി കടത്തിവിടുന്നുണ്ട്. ഈ സെറ്റപ്പിനെയാണ് നമ്മൾ ഷി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് വിളിക്കുക. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു ഇലക്ട്രോഡിൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഷിയുടെ പ്രത്യേകത എന്താ? ഷി എന്ന് പറയുന്നവന് മക്കളെ ആനോഡായിട്ടും ബിഹേവ് ചെയ്യാൻ കഴിയും, കാഥോഡായിട്ടും ബിഹേവ് ചെയ്യാൻ കഴിയും. ഷി ആനോഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നറിയോ? ദേ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പ്ലാറ്റിനം ബാർ H2 ബാർ H+. ഷി ആനോഡ് ആണെങ്കിൽ റെഡി അല്ലേ? ഇനി മക്കളെ കാഥോഡ് ആയിരുന്നെങ്കിലോ H+ ബാർ H2 ബാർ പ്ലാറ്റിനം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി ഷിയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്നറിയാവോ നമുക്ക്? അത് മക്കളെ ടേക്കൺ ആസ് 0. ഷിയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുക. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സെറ്റാണ്. അങ്ങനെ ഇലക്ട്രോഡുകളുടെ എല്ലാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ, മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? അവിടെ നിന്ന് നമുക്കൊരു ടേബിൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത് ടേബിളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക? അതായത് ഈ ഇലക്ട്രോഡുകളെല്ലാം അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം.
ആ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ്, ആ ടേബിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മളിതാ കാണുന്നു മക്കളെ. ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഹയസ്റ്റ് പൊട്ടൻഷ്യലുള്ള ഫ്ലൂറിനാണ് ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുക. താഴേക്ക് വരുന്തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു 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 വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ആൻഡ് ഏറ്റവും താഴെ മിനിമം പൊട്ടൻഷ്യലുള്ള ലിത്തിയമായിരിക്കും ഏറ്റവും താഴെ ഉണ്ടാവുക. ഇതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം. സോ ദിസ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോഡ്സ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ഇങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ മക്കളെ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാം. അതിനെയും നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് തന്നെയാണ് വിളിക്കുക. നമുക്കിതിങ്ങനെ തന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൗട്ട് ഉണ്ടാവരുത്. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ആളാരാ? ഫ്ലൂറിനാണ്. ലോവസ്റ്റ് പൊട്ടൻഷ്യൽ ആളാരാ? ലിത്തിയമാണ്. അപ്പോൾ മക്കളെ, ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിലൊന്ന്, നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോഡ് തന്നൊരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളതിൽ ആനോഡായിട്ട് ആരെ എടുക്കണം, കാഥോഡായിട്ട് ആരെ എടുക്കണമെന്ന് ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് സാർ? പറ്റും. അതായത് എപ്പോഴും നിങ്ങൾ ആനോഡായിട്ട് എടുക്കുന്നത് ലോ പൊട്ടൻഷ്യലുള്ള ആളെയും മക്കളെ കാഥോഡായിട്ട് എടുക്കേണ്ടത് ഹൈ പൊട്ടൻഷ്യലുള്ള ആളെയും ആയിരിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വേണമല്ലോ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. മക്കളെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഓക്കെ, ആരാണ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്, ആരാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന്. അപ്പോൾ എപ്പോഴും ഓർത്തു വെക്കുക മക്കളെ, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലോവസ്റ്റ് പൊട്ടൻഷ്യൽ ആളായിരിക്കും മക്കളെ. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ആളായിരിക്കും. ഇതും കൂടി നിങ്ങൾ അവിടെ ഓർത്തു വെക്കണേ. അപ്പോൾ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്ക് നമുക്ക് ആരുടെ സഹായം വേണം? ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ സഹായം വേണം. അതുകൊണ്ടാണ് അത് ക്ലിയറായി. ഇനി ഒരു കാര്യം കൂടി അവിടെ ഓർത്തു വെക്കണം മക്കളെ, ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിലുള്ള മെറ്റലുകൾ മാത്രം എടുത്താൽ നമുക്ക് മെറ്റലുകളുടെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കുക, ഒരു മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി ഓഫ് എ മെറ്റൽ എന്ന് പറയുന്നത് അവൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതുകൂടി എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അവൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അവിടെയാണ് മക്കളെ നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ നമ്മൾ കേട്ടിരിക്കുന്നത്? ഹൈലി റിയാക്റ്റീവായ മെറ്റലുകൾക്ക് ലെസ് റിയാക്റ്റീവായ മെറ്റലുകളെ അവരുടെ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെറ്റൽ കൂടുതൽ റിയാക്റ്റീവ് ആണോ കുറവ് റിയാക്റ്റീവ് ആണോ തിരിച്ചറിയുന്നത് അവൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നോക്കിക്കൊണ്ടാണ്. അപ്പം ലോ പൊട്ടൻഷ്യൽ ആളായിരിക്കും ഹൈലി റിയാക്റ്റീവ് ആകുക, ഹൈ പൊട്ടൻഷ്യൽ ആളായിരിക്കും ലെസ് റിയാക്റ്റീവ് ആകുക. മക്കളെ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്കത്? ക്ലിയർ ആവുന്നുണ്ടാവും നിങ്ങൾക്കത്? റെഡി അല്ലേടാ മക്കളെ? ആണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? നിങ്ങൾക്കറിയാം. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക? ഇപ്പം നമ്മൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റലിന് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം സിങ്ക് കൂടുതൽ റിയാക്റ്റീവും കോപ്പർ ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ടല്ലേ. ഈ സിങ്ക് എന്തുകൊണ്ടാണ് കൂടുതൽ റിയാക്റ്റീവായേ? അവൻ്റെ പൊട്ടൻഷ്യൽ ലോ ആയതുകൊണ്ടാ. അവൻ്റെ പൊട്ടൻഷ്യൽ കോപ്പറിനേക്കാൾ ലോ ആയതുകൊണ്ടാ. കോപ്പറിനാണ് സിങ്കിനേക്കാൾ ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. അപ്പോൾ മക്കളെ എപ്പോഴും ഓർത്ത് വെച്ചോടാ, ലോ പൊട്ടൻഷ്യലുള്ള മെറ്റൽ ആയിരിക്കും കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എൻ്റെ മക്കൾ ഓർത്ത് വെക്കുന്നതാ. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ നേരെ എങ്ങോട്ട് പോയിരുന്നത്? നേൺസ് ഇക്വേഷനിലേക്ക് നമ്മൾ പോയിരുന്നത് മക്കളെ. എന്തിനാണ് നേൺസ് ഇക്വേഷൻ സാർ? മക്കളെ, എന്തിനാണ് നേൺസ് ഇക്വേഷൻ? നമുക്കറിയാം, നേൺസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇലക്ട്രോഡിൻ്റെയും സെല്ലിൻ്റെയും ഒക്കെ സ്റ്റാൻഡേർഡ് അല്ലാത്ത കണ്ടീഷനുകളിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സെൽ പൊട്ടൻഷ്യലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക നേൺസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നേൺസ് ഇക്വേഷനാണ് E is equal to E0 minus 0.0591 by N log of 1 by molar concentration of the metal ion. ഇതാണ് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ നേൺസ് ഇക്വേഷൻ. ആൻഡ് ദിസ് ഇസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ്. ഇനി സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നേൺസ് ഇക്വേഷൻ എന്താണ് മക്കളെ? E cell is equal to E0 cell minus 0.0591 by N log of molar concentration of the product divided by molar concentration of the reactant. ഇതാണ് രണ്ടാമത്തെ നേൺസ് ഇക്വേഷൻ. ആൻഡ് ദിസ് ഇസ് ഫോർ
ദിസ് ഈസ് ഫോർ ഇതാർക്കുള്ളതാണ് മക്കളെ? ദിസ് ഈസ് ഫോർ സെൽ പൊട്ടൻഷ്യൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജിലെത്തുമ്പോൾ E0 സെൽ എന്ന് പറയുന്നത് 2.303 RT/NF. നമുക്കതിന് പകരം -0.059 എന്ന് എടുക്കാം കേട്ടോ മക്കളെ. ഞാനിവിടെ 0.059 എന്ന് എടുത്തിരിക്കുന്നത് 2.303 RT/Fന് പകരമാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത് 0.0591 എന്ന് എടുത്തിരിക്കുന്നത്. കാരണം ഓരോ പ്രോബ്ലത്തിലും നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ടും ഇത് ഓർത്ത് വെച്ചാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ മക്കളെ. ഡിവൈഡഡ് ബൈ n, റെഡി അല്ലേ? log Kc where Kc is the equilibrium constant. മൂന്നാമത്തെ ഇക്വേഷനും പറഞ്ഞു. ഇനിയോടെ മക്കളെ, ഇനി ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -n ഇൻറ്റു എഫ് ഇൻറ്റു ഇ സെൽ എന്നെടുക്കാം. അല്ലെങ്കിൽ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -n ഇൻറ്റു എഫ് ഇൻറ്റു E0 സെൽ എന്നെടുക്കാം. സെറ്റാണേ? ക്ലിയർ ആണേ? ഡെൽറ്റ G0ക്ക് ഒരു ഇക്വേഷൻ കൂടി ഉണ്ടോ മക്കളെ? -2.303 RT log Kc. ഇത്രയും ഇക്വേഷൻസ് ആണ് എൻ്റെ മക്കൾ നേൺസ് ഇക്വേഷൻസ് എന്ന സ്ഥലത്ത് പഠിച്ചു വെക്കേണ്ടത്. ഇത് വെച്ചുകൊണ്ടാണ് ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ബോർഡ് എക്സാമിന് ചോദിക്കുക ഈ പറയുന്ന നേൺസ് ഇക്വേഷനിൽ നിന്നാണ് എന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. സെറ്റ് അല്ലേടാ മക്കളെ? ക്ലിയർ അല്ലേടാ മക്കളെ? നമുക്കിന്ന് ഒരു ചോദ്യത്തിലേക്ക് പോയാലോ മക്കളെ? ഞാനൊരു ചോദ്യം എടുക്കുകയാണെടാ. സീ ദിസ് ക്വസ്റ്റ്യൻ. From the position of elements in the electrochemical series, copper can displace silver from AgNO3 solution. ഇലക്ട്രോകെമിക്കൽ സീരീസിലെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കോപ്പറിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? AgNO3യിൽ നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രോകെമിക്കൽ സീരീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റെഡി അല്ലേ മക്കളെ? ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് മക്കളെ കോപ്പറും സിൽവറും ചേർന്ന് വരുന്ന ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണേ, ആരായിരിക്കും ആനോഡ് മക്കളെ? ആനോഡ് എപ്പോഴും ലോ പൊട്ടൻഷ്യൽ ആളായിരിക്കണമല്ലോ. ആണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ടുപേരെ നോക്കിയടാ മക്കളെ. കോപ്പറിന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാം. അപ്പോൾ ആരാ കൂടുതൽ റിയാക്റ്റീവ്? കോപ്പറാണ് കൂടുതൽ റിയാക്റ്റീവ്. മക്കളെ, കൂടുതൽ റിയാക്റ്റീവ് ആകുന്ന ആളുടെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കടാ? ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും സാർ. ലോ പൊട്ടൻഷ്യൽ ആളല്ലേ ആനോഡാകുക? അതെ സാർ. അപ്പോൾ കോപ്പർ ആനോഡും സിൽവർ കാഥോഡുമാണെന്ന് നമുക്ക് കിട്ടിയല്ലോടാ? കിട്ടി സാർ. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുക? അപ്പോൾ മക്കളെ കോപ്പറാണ് ആനോഡ് അല്ലേ? എങ്ങനെ നമ്മൾ എഴുതുക? കോപ്പർ ബാർ കോപ്പർ 2+ ഡബിൾ ബാർ, സിൽവർ ആണ് കാഥോഡ്, Ag + ബാർ Ag. ആനോഡും കാഥോഡ് റെഡിയായി, സെല്ല് റെഡിയായി. റൈറ്റ് ഡൗൺ ദ സെൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ആസ് ദ ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനുകൾ നമ്മൾ എഴുതണം മക്കളെ. ആനോഡിൽ ആരാടാ? കോപ്പർ അല്ലേടാ? അപ്പോൾ കോപ്പറിന് എന്താ പറ്റുക? കോപ്പർ 2+ ആയി മാറും. കോപ്പർ 2+ ആകണമെങ്കിൽ 2 ഇലക്ട്രോൺ പുറത്തേക്ക് പോകണം സാർ. കാഥോഡ് ആരാ? കാഥോഡ് സിൽവർ ആണ് സാർ. കാഥോഡിൽ ആരായിട്ടാണ് മാറുക? Ag + Ag ആയിട്ട് മാറും സാർ. Ag + Ag ആകണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണ്ടേ? വേണം. അപ്പോൾ Ag ++ ഇലക്ട്രോൺ ഗിവ്സ് Ag. സെറ്റ് അല്ലടാ മക്കളെ? ആണ്. ഇനി നമ്മളോട് സെൽ റിയാക്ഷൻ അല്ലേ ചോദിച്ചത് മക്കളെ? അപ്പോൾ നമ്മൾ ഈ രണ്ട് റിയാക്ഷനുകളെയും ആഡ് ചെയ്യണം സെൽ റിയാക്ഷൻ എഴുതണമെങ്കിൽ. പക്ഷേ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെടാ? ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആകണം. ഇവിടെ 2ഉം ഇവിടെ 1 അല്ലേടാ? 1നെ 2 ആക്കാൻ നമ്മൾ ഈ കാഥോഡിക് റിയാക്ഷനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇലക്ട്രോണുകളെ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവരെ എടുത്തെഴുതും. അപ്പോൾ കോപ്പർ + 2 Ag + ഗീവ്സ് കോപ്പർ 2++ 2 Ag എന്ന് സെൽ റിയാക്ഷൻ കിട്ടി. ഇനിയോ റൈറ്റ് ദ നേൺസ് ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് എബവ് സെൽ. തന്നിരിക്കുന്ന സെല്ലിൻ്റെ നേൺസ് ഇക്വേഷൻ എഴുതണം നമ്മൾ. ഓക്കെ, എഴുതാം നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ സി നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം മക്കളെ? നേൺസ് ഇക്വേഷൻ അല്ലേടാ? ശ്രദ്ധിക്കുക. E cell is equal to E0 cell minus 0.0591 എന്നോ അല്ലെങ്കിൽ 2.303 RT/NF എന്ന് എൻ്റെ മക്കൾക്ക് എഴുതാം. NF log ഓഫ് മക്കളെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് അല്ലേ? ആരാ പ്രൊഡക്റ്റിലുള്ളത്? കോപ്പർ 2+ഉം Ag ആണ്. Ag ഒരു സോളിഡ് ആയതുകൊണ്ടും മെറ്റലുകളെ എഴുതണ്ടെന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അയോണുകളെ മാത്രമല്ലേ നമ്മൾ എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കോപ്പർ 2+. ശ്രദ്ധിക്കണേ, ലോഗ് ഓഫ് molar concentration of copper 2+ by molar concentration of Ag+. Ag+ എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരെ സാർ. 2 Ag+ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? Ag + സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും. മക്കളെ ക്ലിയർ ആയോ? അത് സെറ്റായോ? അത് നോക്കൂ, ഞാൻ എഴുതിയത് കോപ്പർ 2+ മുകളിൽ എഴുതാനുള്ള കാരണം അത് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. Ag+ താഴെ എഴുതാനുള്ള കാരണം അത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ടാണ്. 2 പവർ ആയിട്ട് എഴുതാനുള്ള കാരണം അവിടെ 2 Ag+ ഉള്ളത് കൊണ്ടാണ്. ഇതാണ് നേൺസ് ഇക്വേഷൻ ഫോർ ദ ഗിവൺ സെൽ. മക്കളെ ക്ലിയർ ആണോ? അത്
എൻ്റെ മക്കൾക്ക് സെറ്റാണോടാ? ഡൗട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോടാ മക്കളെ? അടുത്ത ചോദ്യം എനിക്ക് എടുക്കാമല്ലോ അല്ലേ മക്കൾ? അടുത്ത ചോദ്യം നോക്കൂ. എ ഡാനിയൽ സെൽ കൺവേർട്സ് കെമിക്കൽ എനർജി ലിബറേറ്റഡ് ഡ്യൂറിങ് ദ റിഡോക്സ് റിയാക്ഷൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞ് അവിടുത്തെ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. E0 സെൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഫോർ ദ റിയാക്ഷൻ എന്നാണ് ചോദ്യം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഫോർ ദ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി എ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് N ഇൻറ്റു എഫ് ഇൻറ്റു E0 സെൽ. റെഡി അല്ലേ? ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് N എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? N എന്ന് പറഞ്ഞാൽ ഇതിൽ ആനോഡിലോ കാഥോഡിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രോൺ ആണ് N. അപ്പോൾ സിങ്ക് 2+ ആകാൻ 2 ഇലക്ട്രോൺ പോരെ? അപ്പോൾ N 2 ആണെന്ന് മനസ്സിലായി. എഫ് എത്രയാ? ഫാരഡേസ് കോൺസ്റ്റന്റ് 96,500 കൂളമാണ്. ഇൻറ്റു E0 സെൽ എത്രയാണ്? 1.1 ആണ്. മക്കളെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -212,300 ജൂൾസ് പെർ മോൾ എന്നായിരിക്കും ആൻസർ കിട്ടുക. ജൂൾസ് പെർ മോൾ. ഇത് നിങ്ങൾക്ക് കിലോ ജൂളിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടില്ല. കിലോ ജൂളിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ മക്കളെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 212.3 കിലോ ജൂൾസ് പെർ മോൾ എന്ന ആൻസർ കിട്ടും. കിലോ ജൂൾസ് പെർ മോൾ എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഗിവ് ദ നേൺസ് ഇക്വേഷൻ ഫോർ ദ എബവ് സെൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെല്ലിൻ്റെ നേൺസ് ഇക്വേഷൻ നമ്മൾ എഴുതണം. അതാണ് രണ്ടാമത്തെ ചോദ്യം. മക്കളെ നേൺസ് ഇക്വേഷൻ എന്താണ്? E cell is equal to E0 cell minus 2.303 RT by NF log of molar concentration of product അല്ലേ? പ്രൊഡക്റ്റ് സൈഡിലെ അയോൺ മാത്രം എടുത്താൽ പോരെ? Zinc 2+ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് അല്ലേ? അവിടുത്തെ അയോൺ മാത്രം എടുത്താൽ പോരെ? അപ്പോൾ കോപ്പർ 2+. റെഡി. സോ ബി നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നു. എല്ലാ ചോദ്യങ്ങളെയും നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം മക്കളെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഗാൽവാനിക് സെല്ല് കഴിഞ്ഞു അല്ലേ? ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ആദ്യം കുറച്ച് ബേസിക് ടേംസും കൺസെപ്റ്റ്സും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? കണ്ടക്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, സെൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ്. ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അവിടെ എൻ്റെ മക്കൾ ഓർത്ത് വെക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കളെ ഫിസിക്സിലും നിങ്ങളിത് പഠിക്കുന്നുണ്ട് അല്ലേ? റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി റോ ഇൻറ്റു L/A, വെർ L ഈസ് ദ ലെങ്ത് ആൻഡ് A ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അഥവാ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A/L എന്ന് എഴുതും നമ്മളപ്പോൾ അവിടെ അല്ലേ? ഇനിയോ കണ്ടക്റ്റൻസ് G ഈസ് ഈക്വൽ ടു 1/R എന്നാണ് എടുക്കുക, വേർ R ഈസ് ദി റെസിസ്റ്റൻസ്. ആൻഡ് മക്കളെ അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കാണുക? 1/ρ എന്നെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 1/R ഇൻറ്റു L/A എന്നെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം മക്കളെ? G ഇൻറ്റു L/A എന്നെടുക്കാം. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, G എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ആണ്. അപ്പോൾ ഇതിലേത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും കണ്ടക്ടിവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കണ്ടക്ടിവിറ്റിയെ നമ്മൾ കപ്പ എന്നാണ് വിളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ മക്കളെ ഇവിടെ ഈ L/A എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? L/A എന്ന് പറയുന്നതിനെ സെൽ കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക അല്ലേ? അത് കാണാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? K ഇൻറ്റു റെസിസ്റ്റൻസ് അഥവാ കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് എടുക്കാം. ഇനി അതല്ലെങ്കിലോ കണ്ടക്ടിവിറ്റി ബൈ കണ്ടക്റ്റൻസ് എടുക്കാം. ഈ പറയുന്ന ഇത്രയും ഇക്വേഷൻസ് നിങ്ങളിവിടെ പഠിച്ചു വെക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഏത് ബോർഡ് ക്വസ്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നേരിടാൻ പറ്റും. ബോർഡ് ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഇത്രയും ഇക്വേഷൻസ് ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് ചോദ്യം വേണമെങ്കിലും ബോർഡ് എക്സാമിന് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും മക്കളെ. ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇത് വെച്ചുകൊണ്ടുള്ള ഏത് ചോദ്യത്തെ വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സെറ്റാണല്ലോടാ? അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചേ മക്കളെ. കാപ്പ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? കാപ്പ അല്ലെങ്കിൽ K എന്ന് ഞാൻ എഴുതുന്നത് കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? സ്പെസിഫിക് കണ്ടക്റ്റൻസ്. എന്താ വിളിക്കുക? സ്പെസിഫിക് കണ്ടക്റ്റൻസ്. കണ്ടക്ടിവിറ്റി അഥവാ സ്പെസിഫിക് കണ്ടക്റ്റൻസ്. അപ്പോൾ നമ്മൾ വേറൊരു കണ്ടക്റ്റൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ, വേറൊരു കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. അതേതാ? മോളാർ കണ്ടക്ടിവിറ്റി ലാംഡായം. അതായത് നിങ്ങൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ 1 മോൾ ഇലക്ട്രോലൈറ്റ് ആണ് ഉള്ളതെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്ന കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. ലാംഡായം എന്ന് എഴുതുക.
the conductivity of 1 mole of an electrolytic solution kept between 2 electrodes with the unit area of cross section and a distance of unit length. എങ്ങനെ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി കാണാം മക്കളെ? മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു കാപ്പ, അതായത് കണ്ടക്ടിവിറ്റി ബൈ മൊളാരിറ്റി. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ നമ്മൾ വേറൊരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കാറുണ്ട്, കാപ്പ ബൈ 1000 m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കാറുണ്ട്. അതെന്താണ് സാർ? 2 ഇക്വേഷൻ അല്ലേ? പറയാം മക്കളെ. ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ലാംഡ എം കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് എന്താ കിട്ടുക അറിയാവോ മക്കളെ? ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക മക്കളെ? സിമൻ. ഇവിടെ ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന യൂണിറ്റ് സിമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലായിരിക്കും ലാംഡ എം കിട്ടുക. 1000 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക മക്കളെ സിമൻ സെൻറ്റിമീറ്റർ സ്ക്വയറിന് പകരം മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലായിരിക്കും ലാംഡ എം കിട്ടുക. അപ്പോൾ ഏത് യൂണിറ്റിലാണോ ചോദ്യം ചോദിക്കുന്നത് അതിനനുസരിച്ച് ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ എൻ്റെ മക്കൾക്ക് എടുക്കാം. ഒന്നുകിൽ 1000 മുകളിൽ എടുക്കാം, അല്ലെങ്കിൽ 1000 താഴെ എടുക്കാം. ഇനി മക്കളെ, 0 കോൺസെൻട്രേഷനിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈലൂഷനിലോ നിങ്ങളൊരു സബ്സ്റ്റൻസിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്താൽ ആ മോളാർ കണ്ടക്ടിവിറ്റിയുടെ പേരാണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ നമ്മൾ സൂചിപ്പിക്കുക ലാംഡ 0m എന്ന് സൂചിപ്പിക്കും, അല്ലെങ്കിൽ ലാംഡ ഇൻഫിനിറ്റി എം എന്ന് സൂചിപ്പിക്കും. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് 0 കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം മക്കളെ, നിങ്ങൾക്കത് ആണ് ക്ലിയർ ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാഫ് നമ്മളവിടെ പഠിക്കേണ്ടതുണ്ട്. അതായത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ രണ്ടുപേരുടെയും മോളാർ കണ്ടക്ടിവിറ്റികളുടെ വാരിയേഷൻ, എന്ത് മാറ്റമാണ് മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാവുക ഡൈല്യൂട്ട് ചെയ്യും തോറും എന്നാണ് ഈ ഗ്രാഫ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. അസറ്റിക് ആസിഡാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഈ കാണുന്ന ഓറഞ്ച് കളർ ഗ്രാഫ് അസറ്റിക് ആസിഡിൻ്റെയാണ്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ എക്സാക്സിസിൽ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? C⁻². മക്കളെ, C⁻² എന്ന് പറഞ്ഞാൽ എന്താ? C⁻² എന്ന് പറഞ്ഞാൽ √c. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ റൂട്ടാണ് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിലോ ലാംഡ എം എന്ന് വെച്ചാൽ മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ഇനി ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് നോക്കൂ നിങ്ങൾ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുക. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആരാ? പൊട്ടാസ്യം ക്ലോറൈഡാ. അവൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആണല്ലോടാ മക്കളെ. അതെന്താ അങ്ങനെ ഈ ഗ്രാഫുകൾ തമ്മിൽ വ്യത്യാസം വരുന്നത്? ഗ്രാഫുകൾ തമ്മിൽ വ്യത്യാസം വരാനുള്ള കാരണം മക്കളെ, നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് മാറില്ല. നമ്പർ ഓഫ് അയോൺസ് റിമൈൻസ്. നമ്പർ ഓഫ് അയോൺസ്, ശ്രദ്ധിക്കണേ, നമ്പർ ഓഫ് അയോൺസ് റിമൈൻസ് സെയിം ഓൺ ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ചെയ്യുമ്പോഴും നമ്പർ ഓഫ് അയോണുകളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൽ അങ്ങനെയല്ല. വീക്ക് ഇലക്ട്രോലൈറ്റിൽ, അപ്പോൾ വീക്കിലോ സാർ അതല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിലുള്ള മക്കളെ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൽ ശ്രദ്ധിക്കണേ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിയാൽ ഡിസോസിയേറ്റഡ് ആകാതെ കിടക്കുന്ന ഇലക്ട്രോലൈറ്റുകൾ കൂടി ഡിസോസിയേറ്റ് ആയി അയോണുകളുടെ എണ്ണം വളരെ ലാർജ് നമ്പർ ആയിട്ട് മാറും. സോ നമ്പർ ഓഫ് അയോൺ ഇൻക്രീസസ്. നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ചെയ്യും തോറും നമ്പർ ഓഫ് അയോൺ ഇൻക്രീസ് ചെയ്യും. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് രണ്ടുപേരും 2 തരം ഗ്രാഫുകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് എന്ത് ചെയ്യും? സ്ട്രോങ്ങിൻ്റെ ഗ്രാഫ് എന്ത് ചെയ്യും? ഈ ആക്സിസിൽ ടച്ച് ചെയ്യും. ഈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ലാംഡ 0m അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ലാംഡ എം ഇൻഫിനിറ്റി എന്ന് വിളിക്കുക. പക്ഷേ വീക്കിൻ്റെ ഗ്രാഫ് ടച്ച് ചെയ്യോ? ഒരിക്കലുമില്ല സാർ. എത്ര നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാലും അത് ടച്ച് ചെയ്യില്ല. അപ്പോൾ നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിൽ നിന്ന് കിട്ടില്ല. പകരം അതിന് വേറെ ഒരു മെത്തേഡ് വേണം. ആ മെത്തേഡ് പറയാം. അതിനു മുമ്പ് ഇവിടെ നിന്ന് വരുന്നൊരു ചോദ്യം നിങ്ങൾ കണ്ടോടാം മക്കളെ. ഈ ഭാഗത്തുനിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്നുള്ള ചോദ്യമാണത്. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓൺ വിച്ച് കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ്സ്. മക്കളെ, ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന് കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകൾ ആരൊക്കെയാണ്? നോട്ട് ചെയ്ത് വെച്ചോടാ. നാച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റും ടെമ്പറേച്ചറുമാണ്. നാച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റും ടെമ്പറേച്ചറുമാണ് 2 ഫാക്ടേഴ്സ്. ഓർത്ത് വെച്ചോടാ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹൗ ഡു കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വാരി വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്? ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്താൽ, കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാവുക? മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാവുക? മക്കളെ ശ്രദ്ധിച്ച് കേട്ടോടാ. കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. എപ്പോൾ? ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. എപ്പോൾ?
ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ. അതെന്താ കണ്ടക്ടിവിറ്റി കുറയുന്നേ? കാരണം ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ മക്കളെ, ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോണുകളുടെ എണ്ണം കുറയും. യൂണിറ്റ് വോളിയത്തിലുള്ള അയോണുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറയുന്നത്, കാപ്പ കുറയുന്നത്. അപ്പോൾ അതെന്താ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നേ? മോളാർ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം ഡൈല്യൂട്ട് ചെയ്യുന്തോറും അയോണുകളുടെ മൊബിലിറ്റി കൂടും. അയോണുകളുടെ മൊബിലിറ്റി, മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടും മക്കളെ. മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടും. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ കേസിൽ. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ കേസിലോ? വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ കേസിൽ ഡിസോസിയേഷൻ കൂടും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. അപ്പം നമ്പർ ഓഫ് അയോൺസ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്ട്രോങ് ആണെങ്കിലും അതെ, വീക്ക് ആണെങ്കിലും അതെ, എന്ത് സംഭവിക്കും മക്കളെ? മോളാർ കണ്ടക്ടിവിറ്റി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കൂടും, പക്ഷേ കണ്ടക്ടിവിറ്റി കുറയുകയും ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. അപ്പോൾ ആ ടോപ്പിക്ക് അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമെല്ലാം നമ്മൾ കണ്ടു. ഇനി ആ ഗ്രാഫ് നമുക്കൊരു പണി തന്നു അല്ലേ? കാരണം ഗ്രാഫ് അനുസരിച്ച് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ആരുടെ സഹായം തേടിയത്? കോളറാഷസ് ലോയുടെ സഹായം നമ്മൾ തേടുന്നത്. കോളറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. എന്താ കോളറാഷസ് ലോ പറയുന്നത്? കോളറാഷസ് ലോ പറയുന്നത് ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിലെ അയോണുകളുടെ കണ്ടക്ടിവിറ്റികളുടെ സമ്മായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ λ0 ഓഫ് അസറ്റിക് ആസിഡാണ് എൻ്റെ മക്കൾക്ക് കാണേണ്ടത് എങ്കിൽ, ഇൻഫിനിറ്റ് ഡൈലൂഷനിലുള്ള അസറ്റിക് ആസിഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണണമെങ്കിൽ മക്കൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടക്ടിവിറ്റി ഓഫ് CH3COO മൈനസ് അയോൺ പ്ലസ് കണ്ടക്ടിവിറ്റി ഓഫ് H+ അയോൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ λ0 ഓഫ് NaCl അല്ലെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? λ0 ഓഫ് മെഗ്നീഷ്യം അയോൺ Mg2++ λ0 ഓഫ് Cl മൈനസ് മതിയോ? പോരെ സാർ, 2 × λ0 ഓഫ് Cl മൈനസ് വേണം. അതെന്താ 2? കാരണം 2 ക്ലോറിൻ ഉണ്ട്, 2 ക്ലോറിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് മക്കളെ എന്ത്? ഇതാണ് കോളറാഷസ് ലോ. എന്താ പറയുന്നത്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the limiting molar conductivity of an electrolyte can be represented as a sum of the individual contribution of the anion and cation of the electrolyte. ഓക്കെ ആണോ? ചോദ്യം കണ്ടോടാ മക്കളെ. ഈ ചോദ്യം ഇതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് ചോദ്യ പേപ്പറിൽ, ബോർഡ് എക്സാമിന്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി കോളറാഷസ് ലോയിൽ നിന്ന് മറ്റൊരു ചോദ്യം സ്ഥിരം ചോദിക്കുക. 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. നോക്കൂടെ മക്കളെ, സോഡിയം ക്ലോറൈഡിൻ്റെ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ, സോഡിയം അസറ്റേറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂസ് പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു അസറ്റിക് ആസിഡിൻ്റെ HAC എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ്, CH3COOHൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണണം. നമ്മൾ എന്താ ചെയ്യുക? λ0 അല്ലെങ്കിൽ λ∞ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താ ചെയ്യുക മക്കളെ? ഇതിലുള്ള അയോണുകൾ ഈ 3 പേരിൽ ആരിലൊക്കെയാണ് ഉള്ളത് അവരുടെ കണ്ടക്ടിവിറ്റികൾ ആഡ് ചെയ്യും. അപ്പോൾ λ0 ഓഫ് CH3CO മൈനസ് ഏതിലാണ് ഉള്ളേടാ? സോഡിയം അസറ്റേറ്റിലുണ്ട്, CH3CONAയിലുണ്ട്. പ്ലസ് λ0 ഓഫ് H+ ഏതിലാണ് ഉള്ളത്? HCl മൈനസ് നമുക്ക് ആവശ്യമില്ലാത്ത അയോണുകൾ ആരിലാണ് ഉള്ളത്? NaCl അത് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? സോഡിയം അസറ്റേറ്റിൻ്റെ λ0 വാല്യൂ 91 പ്ലസ് HClൻ്റെ λ0 വാല്യൂ 425.9 മൈനസ് മക്കളെ NaClൻ്റെ എത്രയാടാ? 126.4. ഇത് നിങ്ങൾ ചെയ്താൽ 390.4 അല്ലെങ്കിൽ 5 എന്നായിരിക്കും കിട്ടുക. 390.5 എന്നായിരിക്കും ആൻസർ കിട്ടുക. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലോടാ മക്കളെയാണ് തന്നിരിക്കുന്നതെല്ലാം. സിമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലല്ലേ? അതെ. അപ്പോൾ സിമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് λm. സെറ്റ് അല്ലടാ മക്കളെ? അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമുക്ക് നേരെ മുന്നോട്ട് പോകാമല്ലോ. നമുക്ക് നേരെ മുന്നോട്ട് പോകാം മക്കളെ. അടുത്തത് ഇലക്ട്രോലിറ്റിക് സെല്ലുകളും ഇലക്ട്രോളിസിസുമാണ്. കാരണം ഒരു ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളാണ് ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ. മക്കളെ, അവർക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണെന്ത്? ഇലക്ട്രോളിസിസ്. ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിനുള്ളിൽ നടക്കുന്നത് ഇലക്ട്രോളിസിസ് ആണ് എന്നെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ അതൊരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് അയോണുകളായിട്ട് മാറും. അതിൽ നെഗറ്റീവ് ചാർജ് അയോണുകൾ ആനോഡിലേക്കും പോസിറ്റീവ് ചാർജ് അയോണുകൾ കാഥോഡിലേക്കും പോകും. കാഥോഡിൽ ചെന്നാൽ അവർ റിഡക്ഷൻ നടത്തും, ആനോഡിൽ ചെല്ലുന്നവർ ഓക്സിഡേഷൻ നടത്തും. ഇതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ എൻ്റെ മക്കൾ ഓർത്ത് വെക്കേണ്ട പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. ചില പർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റുകളും
അവരുടെ ഇലക്ട്രോളിസിസിൻ്റെ പ്രൊഡക്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതിൽ ഏറ്റവും ആദ്യത്തേത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഒന്ന് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. രണ്ടാമത്തേത് അക്വസ് സോഡിയം ക്ലോറൈഡ് ആണ്, അക്വസ് സോഡിയം ക്ലോറൈഡ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് മക്കളെ, സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് 2 തരത്തിലുണ്ട്. സൾഫ്യൂരിക് ആസിഡ് നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഉണ്ടടാ മക്കളെ, ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഈ 4 കേസുകളിൽ ആനോഡിലും കാഥോഡിലും നമുക്ക് ആരൊക്കെയാണ് കിട്ടുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആലോചിക്കേണ്ടത് 4 കേസുകളിൽ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കേസ് എടുക്കുക, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മക്കളെ ആനോഡിലേക്ക് ആരാ പോവുക? ആദ്യം എഴുതുന്നത് ആനോഡിൽ പോകുന്നയാളെയാണ്, കാഥോഡിൽ പോകുന്ന ആളെ താഴെയാണ് ഞാൻ എഴുതുക. ആനോഡിലേക്ക് പോകുന്നയാൾ ആരാ ഇവിടെ? Cl- ആണ്. അപ്പോൾ Cl- ആനോഡിലേക്ക് പോയിട്ട് എന്തായിട്ട് മാറുന്നറിയോ? ഹാഫ് Cl2n 1 ഇലക്ട്രോൺ ആയിട്ട് മാറും. മക്കളെ കാഥോഡിലേക്ക് ആരാ പോകുക? Na+ ആണ്. Na+ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് സോഡിയം മെറ്റൽ ആയിട്ട് മാറും, സോഡിയം മെറ്റൽ ആയിട്ട് മാറും. അപ്പോൾ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ഞാൻ പറഞ്ഞു. ഇനി അക്വസ് NaCl ആണെങ്കിൽ മക്കളെ, അക്വസ് NaCl ആണെങ്കിൽ ആനോഡിലേക്ക് പോകുന്ന ആരാ? Cl- തന്നെയാണ്. മുകളിൽ എഴുതുന്ന ആനോഡാണ്, ഞാൻ പ്രത്യേകം ഇനി എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾക്കറിയാം Cl- തന്നെയാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഹാഫ് ക്ലോറിൻ ഗ്യാസ് പ്ലസ് 1 ഇലക്ട്രോണായി മാറും. കാഥോഡിലേക്ക് പക്ഷേ ആരാ പോകുക? കാഥോഡിലേക്ക് ഹൈഡ്രജൻ ആണ് പോകുക മക്കളെ. ഹൈഡ്രജൻ ആണെങ്കിൽ H++ ഇലക്ട്രോൺ ഗീവ്സ് H2 ആയിട്ട് മാറും, ഹാഫ് H2 ആയിട്ട് മാറും. റെഡി അല്ലേ? ഇനി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നെങ്കിലോ, ആനോഡിലേക്ക് SO4 2- അയോണുകളാണ് പോകുക. 2 SO4 2- അയോണുകൾ ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നറിയാവോ? ഒരു S2OH 2- അയോണും 2 ഇലക്ട്രോണും ആയിട്ട് മാറും ആനോഡിൽ. കാഥോഡിലേക്ക് H+ ആ പോവുക. അവിടെ H++ ഇലക്ട്രോൺ എന്തായിട്ട് മാറും? ഹാഫ് H2 ആയിട്ട് മാറും. ഇനി അത് ഡൈല്യൂട്ടഡ് ആയിരുന്നെങ്കിലോ മക്കളെ, ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നെങ്കിൽ കാഥോഡിൽ ഒരു മാറ്റവും ഇല്ല, H++ ഇലക്ട്രോൺ ഗീവ്സ് ഹാഫ് H2 തന്നെയാണ്. പക്ഷേ ആനോഡിൽ SO4 2- അല്ല പോവുക. ആനോഡിലേക്ക് പോകുക OH- ആണ്. OH- എന്ന് പറഞ്ഞാൽ വാട്ടറിൽ നിന്നാണല്ലോ വരിക. അപ്പോൾ വാട്ടർ എന്ന് തന്നെ നമ്മൾ എഴുതും. വാട്ടർ എന്തായിട്ടാണ് മാറുക മക്കളെ? ഹാഫ് O2 ആയിട്ടും മക്കളെ H+ ആയിട്ടും ഇലക്ട്രോൺ ആയിട്ടും മാറും. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2 H+ ആയിട്ടും 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോൾ മക്കളെ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് നിങ്ങളോട് ചോദിക്കുക ബോർഡ് എക്സാമിന്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അക്വസ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ്, ഇവരുടെയാണ് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ചോദിക്കുക. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആയിരിക്കും. അതായത് ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആനോഡിലും കാഥോഡിലും ആരൊക്കെയാണ് ഫോം ചെയ്യുക എന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി അത് എത്ര എമൗണ്ട് ഫോം ചെയ്യുമെന്ന് പറയുന്നതിനെയാണ് ഫാരഡേസ് ലോസ് എന്ന് വിളിക്കുക. ഫാരഡേസ് ലോസ് 2 ലോയെ നമുക്ക് പഠിക്കാറുള്ളത്. ഒന്ന് ഫാരഡേയുടെ ഫസ്റ്റ് ലോ, പിന്നെ ഫാരഡേയുടെ സെക്കൻഡ് ലോയും. എന്താ ഫാരഡേയുടെ ഫസ്റ്റ് ലോയിൽ പറയുന്നത്? അതായത് മക്കളെ ഒരു ആനോഡിലോ കാഥോഡിലോ ഡെപ്പോസിറ്റ് ആകുന്ന, ലിബറേറ്റ് ആകുന്ന സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറഞ്ഞത്. അതായത് മക്കളെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് W is proportional to the quantity of electricity Q. അഥവാ മക്കൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താവണമെന്നാണ് പറഞ്ഞത്? W is proportional to ചാർജിന് പകരം ഇൻറ്റൻസിറ്റി ഇൻറ്റു ടൈം എന്നും എടുക്കാം. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു IT. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെ എഴുതുക? W is equal to Z into IT എന്ന് എഴുതാറുണ്ട്. W is equal to മക്കളെ ഇക്വാലൻ്റ് മാസ് ഇൻറ്റു IT ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് എഴുതാറുണ്ട്. ഓർ W is equal to, ശ്രദ്ധിച്ച് കേൾക്കുക, അറ്റോമിക് മാസ്, ഓക്കെ, ഇൻറ്റു I ഇൻറ്റു T ബൈ N ഇൻറ്റു F. ഇതാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ബോർഡ് എക്സാമിന് ഉപയോഗിക്കേണ്ടത്. പ്രോബ്ലം ചെയ്യാൻ ബോർഡ് എക്സാമിന് ഉപയോഗിക്കേണ്ട ഇക്വേഷനാണിത് മക്കളെ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ബോർഡ് എക്സാമിന് പ്രോബ്ലം ചെയ്യേണ്ടത്. N എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ മെറ്റലിൻ്റെ വാലൻസി. F എന്ന് പറഞ്ഞാൽ എന്താ? 96,500 കൂളോം. മക്കളെ I എന്താ? ഇൻറ്റൻസിറ്റി ഓഫ് കറന്റ്. T എന്താ? ടൈം ഓഫ് ഫ്ലോ ഓഫ് ദ കറന്റ്. AM എന്താ? അറ്റോമിക് മാസ് ഓഫ് ദി മെറ്റൽ. ഇനി ഫാരഡേയുടെ സെക്കൻഡ് ലോയിൽ എന്താ പറഞ്ഞേ? ഒന്നിലധികം ഇലക്ട്രോലൈറ്റുകളിലൂടെ നിങ്ങൾ ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ ഡെപ്പോസിറ്റഡ് ആകുന്ന, ലിബറേറ്റഡ് ആകുന്ന സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഇലക്ട്രിസിറ്റി അല്ല, ആ സബ്സ്റ്റൻസിൻ്റെ ഇക്വാലൻ്റ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. നോക്കൂ മക്കളെ, നോക്കടാ. When same quantity of electricity is passed through solutions of different substances, the amount of substance deposited or liberated is directly proportional to their chemical equivalence എന്ന് പറഞ്ഞാൽ ഇക്വാലൻ്റ് മാസ്. എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതുക?
W1/W2 ഈസ് ഈക്വൽ ടു E1/E2. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ W1ഉം W2 എന്താ? ആദ്യത്തെയും രണ്ടാമത്തെയും സബ്സ്റ്റൻസുകളുടെ ഡെപ്പോസിറ്റഡ് ആയ ക്വാണ്ടിറ്റിയാണ്. E1ഉം E2 എന്താ? അവരുടെ ഇക്വാലൻ്റ് മാസുകളാണ്. W1/W2 ഈസ് ഈക്വൽ ടു E1/E2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ, പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണെന്ന് വിചാരിക്കണം. ഓക്കേടാ, ഇത് വെച്ചുകൊണ്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോക്കിയേ, എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഇസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 20 മിനിറ്റ്സ്. അപ്പോൾ 20 മിനിറ്റ് സമയം തന്നിട്ടുണ്ട് മക്കളെ. പക്ഷേ ഓർത്തു വെക്കണം, സമയം നമ്മൾ എപ്പോഴും മിനിറ്റിലല്ല എടുക്കേണ്ടത്, സമയം നമ്മൾ സെക്കൻഡിലാണ് എടുക്കേണ്ടത്. അപ്പോൾ സെക്കൻഡിലേക്ക് മാറ്റണം, ഇൻറ്റു 60 സെക്കൻഡ്സ്. വിത്ത് എ കറണ്ട് ഓഫ് 1.5 ആംപിയർ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് 1.5 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ മാസ് ഓഫ് ദ കോപ്പർ ഡെപ്പോസിറ്റഡ്? W ആണ് നമ്മൾ കാണേണ്ടത്. അറ്റോമിക് മാസ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് എത്രയാ? 63 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ മക്കളെ? W ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഇൻറ്റു I ഇൻറ്റു T ഡിവൈഡഡ് ബൈ N ഇൻറ്റു F. അയ്യോ സാർ, അറ്റോമിക് മാസ് 63, അത് ഓക്കെയാണ്. ഇൻറ്റൻസിറ്റി 1.5, അത് ഓക്കെയാണ്. ടൈം എന്ന് പറയുന്നത് 20 ഇൻറ്റു 60, അത് ഓക്കെയാണ് സാർ. ഡിവൈഡഡ് ബൈ N തന്നിട്ടില്ല, N തരണ്ട. കോപ്പർ ആണെങ്കിൽ കോപ്പറിൻ്റെ വാലൻസി എത്രയാ? അപ്പോൾ നിങ്ങൾ കോപ്പറിൻ്റെ ചാർജ് എത്രയാണെന്ന് ആലോചിക്കുക. കോപ്പർ എപ്പോഴും കോപ്പർ 2+ ആണ്, 2+ ചാർജാണ് കാണാറുള്ളത്. ദാറ്റ് മീൻസ് കോപ്പറിൻ്റെ വാലൻസി 2 ആണ്. കോപ്പറിൻ്റെ വാലൻസി എത്രയാ മക്കളെ? 2. കാരണം കോപ്പർ എപ്പോഴും കോപ്പർ 2+ ആയിട്ടല്ലേ ഇരിക്കാറല്ലേ. കോപ്പർ 2+ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വാലൻസി 2 ആണ് മക്കളെ, ഓർത്ത് വെച്ചോട്ടാ. ഇൻറ്റു അയ്യോ ഫാരഡേയുടെ കോൺസ്റ്റൻ്റ് ഇല്ല സാർ, വേണ്ടടാ, അത് 96,500 കൂളമാണ്, 96,500 കൂളമാണ് എന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ മക്കളെ, ഇതെല്ലാം കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 0.59 ഗ്രാം എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. 0.59 ഗ്രാം എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അപ്പോൾ മക്കളെ, ഇത് ഈ പ്രോബ്ലമായിട്ട് മാത്രമല്ല കേട്ടോ, പ്രോബ്ലമായിട്ട് മാത്രമല്ല നമ്മളോട് ചോദിക്കുക. നമ്മളോട് എങ്ങനെയും ചോദിക്കും, ലോയുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ചോദിക്കും. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് ഫസ്റ്റ് ലോ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് സെക്കൻഡ് ലോ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതുപോലെയുള്ള പ്രോബ്ലംസും ചോദിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ മക്കളെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ എന്ന് പറയുന്ന ഭാഗവും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ എന്ന് പറയുന്ന ഭാഗവും നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാറ്ററികളാണ്. ബാറ്ററികൾ എന്ന് പറയുന്നത് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ ബാറ്ററികൾ എന്ന് വിളിക്കുക. ബാറ്ററികൾ 2 തരത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. ശരിയല്ലേ? പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. പ്രൈമറി ബാറ്ററികൾ എന്ന് പറഞ്ഞാൽ റീചാർജബിൾ അല്ലാത്ത, റീയൂസബിൾ അല്ലാത്ത ബാറ്ററികളെയാണ് നമ്മൾ പ്രൈമറി ബാറ്ററികൾ എന്ന് പറയുക. കാരണം അതിനുള്ളിലെ റിയാക്ഷൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. മക്കളെ, നമുക്ക് 2 എക്സാമ്പിളുകളാണ് പ്രൈമറി ബാറ്ററികൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഡ്രൈസെൽ, നമ്മൾ നമ്മുടെ ക്ലോക്കിലും റിമോട്ടുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈസെല്ലുകൾ. 2 മെർക്കുറി സെല്ലുകൾ അല്ലെങ്കിൽ ബട്ടൺ സെല്ലുകൾ. ഡ്രൈസെല്ലും മെർക്കുറി സെല്ലും 2 എക്സാമ്പിളുകൾ. ഡ്രൈസെൽ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ട് നല്ല പരിചയമുണ്ട്. ഡ്രൈസെൽ അല്ലേ? ഏത് ബാറ്ററി ആണെങ്കിലും അതിനൊരു ആനോഡ് ഉണ്ട്, ഒരു കാഥോഡ് ഉണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. മക്കളൊരു ഡ്രൈസെല്ലിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന ഒരു ബാറ്ററിയുടെ ആനോഡ് എന്ന് പറയുന്നത്, അതിന് ഏറ്റവും പുറമേ കാണുന്ന സിങ്ക് കപ്പായിരിക്കും അതിൻ്റെ ആനോഡ് എന്ന് പറയുന്നത്. കാഥോഡ് എന്ന് പറയുന്നതോ അതിൻ്റെ ഏറ്റവും സെൻറ്ററിലായി നമ്മൾ കൊടുക്കുന്ന കാർബൺ റോഡാണ് അവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നതോടാ, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മക്കളെ MnO2-ഉം അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ഒക്കെ ചേർന്ന് വരുന്ന മിക്സറാണെന്ത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇവരെല്ലാം കൂടി റിയാക്ട് ചെയ്തിട്ടാണ് ഇതിനുള്ളിൽ റിയാക്ഷൻ നടക്കുക. അപ്പോൾ നമുക്കിവിടുത്തെ ആനോഡിലെയും കാഥോഡിലെയും ഒക്കെ റിയാക്ഷൻസ് എന്താണെന്ന് അറിയണ്ടേ? ആനോഡിലെയും കാഥോഡിലെയും ഒക്കെ റിയാക്ഷൻസ് എന്താണെന്ന് അറിയണ്ടേ? അറിയണമല്ലോ. നമുക്കിവിടുത്തെ ടോട്ടൽ റിയാക്ഷനാണ് നോർമലി വേണ്ടി വരിക. എന്നാലും ഞാൻ എന്ത് ചെയ്യാം, ആനോഡിക് കാഥോഡിക് റിയാക്ഷൻസ് കൂടി ഒന്ന് പറയാം മക്കളെ. ആനോഡിൽ എന്താ നടക്കുക, കാഥോഡിൽ എന്താ നടക്കുക, എന്നിട്ട് ടോട്ടൽ റിയാക്ഷൻ എഴുതാം. മക്കളെ, ആനോഡിൽ സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് 2+ഉം 2 ഇലക്ട്രോണായി മാറും. കാഥോഡിലോ? കാഥോഡിൽ MnO2 എന്ന് പറയുന്നവൻ അമോണിയം അയോണും ഇലക്ട്രോണുമായി ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നറിയാവോ? MnOOHും അമോണിയയും ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും എന്ത് വേണ്ടി വരും? 2 MnO2 2 NH4+ വേണ്ടി വരും. റെഡിയല്ലേ? അപ്പോൾ 2 MnOOH വേണ്ടി വരും, 2 NH3 വേണ്ടി വരും. മക്കളെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോണും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ സെൽ റിയാക്ഷൻ കിട്ടുക. അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ സെൽ റിയാക്ഷൻ? Zn + 2 MnO2 + 2 MnO2 +
പിന്നെയോടാ 2NH4+ gives റൈറ്റ് സൈഡിൽ ആരൊക്കെയാണ് ഉണ്ടാകുക? Zn2++ 2 MnOOH പ്ലസ് 2 NH3. ഇതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ സെൽ റിയാക്ഷൻ എന്ന് പറയാം. ഒരു ഡ്രൈ സെല്ലിന് തരാൻ കഴിയുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് മക്കളെ എത്രയാടാ? ഇറ്റ് ഈസ് 1.5 വോൾട്ട്. 1.5 വോൾട്ട് ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെയാണ് മെർക്കുറി സെൽ, നമ്മുടെ ബട്ടൺ സെൽ, ഹിയറിംഗ് ഡിവൈസുകളിൽ, നമ്മുടെ കാൽക്കുലേറ്ററുകളിൽ, വാച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ബട്ടൺ സെല്ലാണ്. ഇവിടെയും അതേ ആനോഡും കാഥോഡും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ? ആരാ ആനോഡ് എന്ന് പറയുന്നത്? മക്കളെ സിങ്ക് അമാൽഗമാണ് ആനോഡ് എന്ന് പറയുന്നത്. ആരാ കാഥോഡ് എന്ന് പറയുന്നത്? കാഥോഡ് എന്ന് പറയുന്നത് മെർക്കുറിക് ഓക്സൈഡും കാർബണും ചേർന്ന മിക്സറാണ് കാഥോഡ് എന്ന് പറയുന്നത്. മെർക്കുറിക് ഓക്സൈഡും കാർബണും ചേർന്ന മിക്സറാണ് മെർക്കുറിക് ഓക്സൈഡ്. HgOയും കാർബണും ചേർന്ന മിക്സറാണ് കാഥോഡ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാടാ മക്കളെ? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും ആൻഡ് സിങ്ക് ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ആണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷനുകളോ? ആനോഡിൽ സിങ്ക് അമാൽഗവും OH- ചേർന്ന് എന്ത് ഫോം ചെയ്യും മക്കളെ? സിങ്ക് ഓക്സൈഡും H2Oയും ഇലക്ട്രോണുകളെയും ഫോം ചെയ്യും. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടാകും, 2 OH- ഉണ്ടാകും. സെറ്റാണല്ലോടാ മക്കളെ? ക്ലിയർ ആണല്ലോ? ഇനി കാഥോഡിലോ? കാഥോഡിൽ മെർക്കുറിക് ഓക്സൈഡ് ഈ പറയുന്ന വെള്ളവുമായും ഈ പറയുന്ന ഇലക്ട്രോണുകളുമായും റിയാക്ട് ചെയ്ത് എന്തായി മാറും? മെർക്കുറിയും OH- മാറും. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഇലക്ട്രോണും ക്യാൻസലാകും, വെള്ളവും ക്യാൻസലാകും, OH- ക്യാൻസലാകും. ബാക്കി ആരാ ഉള്ളേടാ? സിങ്ക് അമാൽഗവും HgOയും ലെഫ്റ്റ് സൈഡിലും സിങ്ക് ഓക്സൈഡും Hgയും റൈറ്റ് സൈഡിലും ഉണ്ടാകും. ഇതാണ് ടോട്ടൽ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മക്കളെ നമുക്കൊരു മെർക്കുറി സെല്ല് കിട്ടും. ക്ലിയർ ആണല്ലോ? ഡൗട്ടുകളില്ലല്ലോ മക്കളെ? അപ്പോൾ നോൺ റീചാർജബിൾ പ്രൈമറി ബാറ്ററികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി റീചാർജബിൾ സെക്കൻഡറി ബാറ്ററികൾ നമ്മൾ ആരൊക്കെയാണ് ഓർക്കണ്ടേ? 2 എക്സാമ്പിളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവരെല്ലാവരും റീചാർജബിൾ റീയൂസബിളുമാണ്. ആൻഡ് റിയാക്ഷൻ അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും. മക്കളെ 2 എക്സാമ്പിളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഒന്ന് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഏതായിരുന്നു? ലെഡ് സ്റ്റോറേജ് ബാറ്ററി. രണ്ടാമത്തേത് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഈ 2 എക്സാമ്പിളുകളാണ് നമുക്ക് ശരിക്കും എന്ത് ചെയ്യാനുള്ളത് മക്കളെ? നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത് ഫോർ ആരുടെ കേസിലാണ്? സെക്കൻഡറി ബാറ്ററികളുടെ കേസിൽ. അതിൽ ഏറ്റവും ആദ്യം ലെഡ് സ്റ്റോറേജ് ബാറ്ററി. നമ്മുടെ വീട്ടിലെ കാറിലും ബൈക്കിലും ഇൻവെർട്ടറിലും ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത്. അവൻ്റെ ആനോഡ് ആരാ, കാഥോഡ് ആരാ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം മക്കളെ. ആനോഡ് എന്ന് പറയുന്നത് ലെഡ് തന്നെയാണ്. കാഥോഡ് എന്ന് പറയുന്നത് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ലെഡ് ഡയോക്സൈഡ് പാക്ക് ചെയ്തിരിക്കുന്ന, കോട്ട് ചെയ്തിരിക്കുന്ന ലെഡിൻ്റെ ഗ്രിഡുകളാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് ആരാ? 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക അല്ലേ? ഇനി അവിടെ നടക്കുന്ന റിയാക്ഷനോ? ആനോഡിൽ ലെഡും സൾഫേറ്റ് അയോണും ചേർന്ന് എന്തായി മാറും? PbSO4ഉം ഇലക്ട്രോണുമായി മാറും. കാഥോഡിൽ മക്കളെ, PbO2ഉം H+ അയോണുകളും സൾഫേറ്റ് അയോണുകളും ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളും ചേർന്ന് എഗെയിൻ PbSO4ഉം വെള്ളവുമായി മാറും. അപ്പോൾ നമ്മൾ ആനോഡിക് കാഥോഡിക് റിയാക്ഷനുകൾ ആഡ് ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം മക്കളെ, ഇലക്ട്രോണും ക്യാൻസലായി പോകുമല്ലോ അല്ലേ? ആണ്. എന്തൊക്കെയാണ് ബാക്കി വരിക? Pb ഉണ്ട് സാർ, PbO2 ഉണ്ട് സാർ. ഈ 4 H+ഉം 2 സൾഫേറ്റും ചേർന്നാൽ മക്കളെ 2 സൾഫ്യൂരിക് ആസിഡ് ആകും. അപ്പോൾ ലെഡ് പ്ലസ് ലെഡ് ഡയോക്സൈഡ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്തായിട്ട് മാറും? 2 PbSO4ഉം 2 വെള്ളവുമായി മാറും. ഇതാണ് ടോട്ടൽ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇനി മക്കളെ ഇത് റീചാർജ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഈ റിയാക്ഷൻ നേരെ റിവേഴ്സ് ആകും റീചാർജ് ചെയ്യുമ്പോൾ. ഇത് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്തുള്ള റിയാക്ഷനാണ് അല്ലേ? ഇത് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്തുള്ള റിയാക്ഷനാണ്. ഓർത്ത് വെച്ചോ, ദിസ് ഈസ് എ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ സെല്ല് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ റീചാർജ് ചെയ്യുന്ന സമയത്തോ? റീചാർജ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചെഴുതിയാൽ മതി. 2 PbSO4 plus 2 H2O gives Pb plus PbO2 plus 2 H2SO4 എന്ന് എഴുതിയാൽ റീചാർജിങ്ങിൻ്റെ സമയത്തുള്ള റിയാക്ഷനായി. ഇനിയോടെ മക്കളെ നമുക്ക് നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് അറിയേണ്ടത്.
മക്കളെ നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ LED ടോർച്ചുകളുടെ ഉള്ളിലുള്ള നല്ല വെയിറ്റ് ഉള്ള ബാറ്ററി ഇല്ലേ, അതാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി. അതിൻ്റെ ആനോഡ് ആരാ, കാഥോഡ് ആരാ, ഇലക്ട്രോലൈറ്റ് ആരാ? ഇത് മൂന്നും നമുക്കറിയണം. ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും നമുക്കറിയണം. മക്കളെ ആനോഡ് എന്ന് പറയുന്നത് കാഡ്മിയമാണ്, കാഥോഡ് എന്ന് പറയുന്നത് NiOH ത്രൈസ് ആണ്, അല്ലെങ്കിൽ NiO2 ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാൻ പറ്റും. NiOH ത്രൈസ് ആണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ആരാണ് മക്കളെ? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് KOH ആണ്. ഇവിടെ ആനോഡിക് കാഥോഡിക് റിയാക്ഷൻസ് സെപ്പറേറ്റ് വേണ്ട, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒറ്റ റിയാക്ഷനേ ഉള്ളൂ, ടോട്ടൽ സെൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. കാഡ്മിയം പ്ലസ് NiOH ത്രൈസ് ഗീവ്സ് കാഡ്മിയം ഓക്സൈഡ് പ്ലസ് NiOH ട്വൈസ് പ്ലസ് H2O. ടോട്ടൽ റിയാക്ഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, വേറൊന്നും പഠിക്കാനില്ല. ഇവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഡയറക്റ്റ് ചോദ്യമല്ലാതെ ഇങ്ങനെ ചോദിക്കാം. ഒരു മെർക്കുറി സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ 1.35 വോൾട്ട് ആണെങ്കിൽ അത് പക്ഷേ അതിൻ്റെ ലൈഫിൽ മുഴുവൻ മാറ്റമില്ലാതെ തുടരും. അതിൻ്റെ റീസൺ എന്താ? മക്കളെ? കാരണം നിങ്ങൾ മെർക്കുറി സെല്ലിൻ്റെ റിയാക്ഷൻ എഴുതുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, അതിൻ്റെ റിയാക്ഷൻ എവിടെയും എന്തില്ല. നോക്കൂ, ഈ പറയുന്ന ഒരിടത്തും റിയാക്ഷൻ സൈഡിലോ പ്രൊഡക്റ്റ് സൈഡിലോ അയോണുകളില്ലാത്തതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവൻ്റെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്. മക്കളെ, സിൻസ് ദ ഓവറാൾ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺ ഇൻ സൊല്യൂഷൻ, ഇറ്റ്സ് വോൾട്ടേജ് ഇസ് കോൺസ്റ്റൻ്റ് ആൾവേസ്. അടുത്ത ചോദ്യം നോക്കൂ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഒരു സെക്കൻഡറി ബാറ്ററിയാണ്. വാട്ട് ഈസ് സെക്കൻഡറി ബാറ്ററി? അപ്പോൾ അതെന്താണെന്ന് എഴുതാൻ അറിയാം. വാട്ട് ആർ ദി ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ദി സെൽ? ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡും കാഥോഡും ആരാ? റൈറ്റ് ഡൗൺ ദ റിയാക്ഷൻ അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിംഗ് ഡിസ്ചാർജിങ് ഓഫ് ദ സെൽ. അപ്പം നമുക്ക് പഠിക്കാനുള്ള സംഗതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ചോദിക്കുക. മക്കളെ, ഇതിനെല്ലാം പുറമേ ഇതൊന്നുമല്ലാതെ ഫ്യൂൽ സെല്ലുകൾ എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് സെല്ലുകൾ കൂടി ഉണ്ട് എന്ന് നമുക്കറിയാം. എന്താ ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാൽ? ഒരു ഫ്യൂൽ ബേൺ ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരുന്ന എനർജിയെ കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസുകളാണ് ഫ്യൂൽ സെല്ലുകൾ എന്ന് പറയുന്നത്. മക്കളെ, these are the galvanic cells which convert the energy of combustion of fuels into electrical energy. ഈ ഫ്യൂലുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാവാം? അത് ഹൈഡ്രജൻ ആകാം, മെത്തൈൻ ആകാം, മെത്തനോൾ ആകാം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഫ്യൂലുകളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ എന്ന് പറയുന്നത്. നോക്കൂ, ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിൻ്റെ ആനോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആനോഡിലൂടെയാണ് ആരെ കടത്തിവിടുക? ഹൈഡ്രജൻ ഗ്യാസിനെ കടത്തിവിടുക. കാഥോഡ് കാണാം. കാഥോഡിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ഓക്സിജൻ ഗ്യാസ് കടന്നു പോകുന്നത്. ആൻഡ് ആരാ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന മക്കളെ? അക്വസ് ആൽക്കലി ആയിരിക്കും ഇലക്ട്രോലൈറ്റ് കേട്ടോ. ഒന്നുകിൽ KOH ആയിരിക്കും, അല്ലെങ്കിൽ NaOH ആയിരിക്കും ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന റിയാക്ഷൻസ് അറിയണമല്ലോ. ആനോഡിൽ എന്താ നടക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് അറിയണം എല്ലാവർക്കും. പറഞ്ഞു, ആനോഡിൽ എന്താ നടക്കുക? ആനോഡിൽ ഹൈഡ്രജനും മക്കളെ OH- ചേർന്ന് വെള്ളവും ഇലക്ട്രോണുകളുമായി മാറും. 4 ഇലക്ട്രോൺ. കാഥോഡിൽ ഓക്സിജനും 2 മോളിക്യൂൾ വെള്ളവും 4 ഇലക്ട്രോണും ചേർന്ന് എന്തായി മാറും? 4 OH- ആയി മാറും. അപ്പോൾ ടോട്ടൽ സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ 4 OH- 4 OH- ക്യാൻസലാകും. 4 ഇലക്ട്രോണും ക്യാൻസലാകും. 4 H2O 2 H2Oയും ക്യാൻസൽ ആകുമ്പോൾ 2 H2O റൈറ്റ് സൈഡിൽ ബാക്കി വരും. സോ ദ ടോട്ടൽ സെൽ റിയാക്ഷൻ ഓഫ് എ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ ഇസ് 2H2 + O2. ഇറ്റ് ഗിവ്സ് മക്കളെ 2H2O. അപ്പോൾ ഒരു H2O2 ഫ്യൂൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കളെ, ഒന്ന്, സെല്ല് വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും? നമ്മൾ റിയാക്ടൻറ്റുകൾ സപ്ലൈ ചെയ്യുന്ന അത്രയും സമയം സെല്ല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്. ഓക്കെ ആണല്ലോ. 2, ഹൈ എഫിഷ്യൻസിയാണ് മക്കളെ. മറ്റ് കൺവെൻഷണൽ സെല്ലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ എഫിഷ്യൻസി ഉണ്ട്. 3, എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നും അതിലില്ല. ആൻഡ് വാട്ടർ ഈസ് ദ ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്. പൊല്യൂഷൻ ഫ്രീ ആണ്. അങ്ങനെ കിട്ടുന്ന വെള്ളം എന്ത് ചെയ്യാം മക്കളെ? ആസ്ട്രോനോട്ട്സിന്. ഇപ്പോൾ നമ്മൾ നോർമലി H2O2 ഫ്യൂൽ സെൽ എവിടെ ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുക ബഹിരാകാശ ദൗത്യങ്ങളിലൊക്കെയാണ് അല്ലേ? ആണ്. അപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുക. അവിടെ ആസ്ട്രോനോട്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? കുടിക്കാനായിട്ട് ഈ വെള്ളം ഉപയോഗിക്കാം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷനാണ്. അഡ്വാൻറ്റേജുകളാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുമോ? ഉറപ്പായിട്ടും ചോദിക്കും. ഈ ചോദ്യം കണ്ടോ നിങ്ങൾ? ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കണ്ടോ നിങ്ങൾ മക്കളെ? Certain galvanic cells are designed to convert the energy of combustion of fuels directly into electrical energy.
ആരെക്കുറിച്ചാ? ഫ്യൂൽ സെല്ലിനെ കുറിച്ചാ. നെയിം ദ എബവ് ടൈപ്പ് ഓഫ് ഗാൽവാനിക് സെൽസ്. ഫ്യൂൽ സെൽ. ഗിവ് an example for the above cell. H2O2 fuel cell. Represent the reaction taking place at anode and cathode for H2O2 fuel cell. അത് നമുക്കറിയാം. മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ദി എബവ് സെൽ. ഒരുപാട് അഡ്വാൻറ്റേജുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? എൻ്റെ മക്കൾക്ക് എഴുതാം. ഏത് വേണമെങ്കിലും എൻ്റെ മക്കൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ബാക്ടീരിയകളെ കുറിച്ച് നമ്മൾ പഠിച്ചേ. വേറെ ഡൗട്ടുകളൊന്നും നിങ്ങൾക്ക് അതിലില്ലല്ലോ മക്കളെ? ഇല്ല. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ടോപ്പിക് എന്ന് പറയുന്നത് കൊറോഷനാണ്. എന്താ കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു മെറ്റലിനെ നിങ്ങൾ അറ്റ്മോസ്ഫിയറിൽ തുറന്നു വെച്ചാൽ അവൻ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ടോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പറുമായിട്ടോ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടോ റിയാക്ട് ചെയ്ത് മെറ്റൽ കോമ്പൗണ്ടുകളായി മാറും. ആ മെറ്റൽ കോമ്പൗണ്ടുകൾക്ക് മെറ്റലിൻ്റെ യാതൊരുവിധ ഗുണവും ഉണ്ടാകില്ല. അങ്ങനെ ഒരു മെറ്റൽ കോമ്പൗണ്ടായി മാറിയാൽ അത് മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം മെറ്റലിൻ്റെ നാശമാണ്. ഓക്കെ, അങ്ങനെ മെറ്റൽ നശിച്ചു പോകുന്നതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അയൺ തുരുമ്പാകുന്നത്, അയണിന് മുകളിൽ റസ്റ്റ് ഫോം ചെയ്യുന്നത്, കോപ്പറിന് മുകളിൽ ഒരു ഗ്രീൻ കോട്ടിംഗ് വരുന്നത്, പിന്നെ സിൽവർ ഓർണമെൻറ്റ്സിന് മുകളിൽ ബ്ലാക്ക് കോട്ടിംഗ് വരുന്നത്, ഇതെല്ലാം കൊറോഷനാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരേ ഒരു കൊറോഷനെ കുറിച്ച് മാത്രം, ഒരൊറ്റയാളുടെ കൊറോഷനെ കുറിച്ച് മാത്രമാണ്. അതാണ് അയേണിൻ്റെ കൊറോഷൻ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. മക്കളെ, അയോണിൻ്റെ കൊറോഷനെയാണ് നമ്മൾ റസ്റ്റിംഗ് എന്ന് വിളിക്കുക. കാരണം അവിടെ ഫോം ചെയ്യുന്നയാളെ, തുരുമ്പിനെ റസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അതുകൊണ്ടാണ് റസ്റ്റിംഗ്. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് അയൺ റസ്റ്റ് ഫോം ചെയ്യുന്നത് അറിയണ്ടേ നമുക്ക് മക്കളെ? അറിയാം. അയൺ എങ്ങനെയാണ് റസ്റ്റ് ഫോം ചെയ്യുക? മക്കളെ, നമ്മളൊരു അറ്റ്മോസ്ഫിയറിൽ തുറന്നു വെക്കുന്ന ഒരു അയൺ പീസ് ഉണ്ടെന്ന് വിചാരിക്കേ. ഇതിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യാന്നറിയോ? ഇതിനെ നമ്മളൊരു ഗാൽവാനിക് സെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക, ഒരു സെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അവൻ്റെ ഉള്ളിലുള്ള ഭാഗം ആനോഡായിട്ടും പുറമേയുള്ള ഭാഗം കാഥോഡായിട്ടും ഈ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ ഇലക്ട്രോലൈറ്റ് ആയിട്ടും ആക്ട് ചെയ്യും. റെഡിയല്ലേ? അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ അറിയണം, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ അറിയണം. മക്കളെ, ആനോഡിൽ എന്താ നടക്കുകയെന്നറിയോ? ആനോഡിൽ ഓരോ Fe ആറ്റവും Fe2+ അയോണും ഇലക്ട്രോണുമായി മാറും. 2 Fe ആറ്റം, 2 Fe2+, 4 ഇലക്ട്രോൺ വേണ്ടി വരും. കാഥോഡിൽ ഓക്സിജനും മോയ്സ്ചറിൽ നിന്ന് വരുന്ന H+ അയോണുകളും ആനോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളും ചേർന്ന് മക്കളെ വെള്ളമായിട്ട് മാറും. അപ്പോൾ സെല്ലിൻ്റെ ടോട്ടൽ റിയാക്ഷൻ എന്തായടാ? ഇലക്ട്രോണുമാണല്ലോ കട്ടായി പോവുക. ബാക്കി എന്താ ഉള്ളത് മക്കളെ? 2 അയണുണ്ട്, പ്ലസ് O2 ഉണ്ട്, പ്ലസ് H+ ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന് എന്താകും മക്കളെ? 2 Fe2+ ആകും ആൻഡ് 2 H2O ആകും. റസ്റ്റ് ഫോം ചെയ്തോ? ഇല്ല സാർ, റസ്റ്റ് ഫോമേഷന് ആദ്യ പടി കടന്നേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് റസ്റ്റ് ഫോം ചെയ്യുക പറയാം. ശ്രദ്ധിച്ചോടാ മക്കളെ, റസ്റ്റ് ഫോമേഷൻ നടന്നിട്ടില്ല. ഈ ഫോം ചെയ്യുന്ന Fe2+ അയോൺ ഉണ്ടല്ലോടാ മക്കളെ, ഈ Fe2+ അയോൺ എന്ത് ഫോം ചെയ്യുന്നറിയാവോ? ഈ Fe2+ അയോണും വെള്ളവും ചേർന്ന് മക്കളെ എന്ത് ഫോം ചെയ്യടാ? ശ്രദ്ധിച്ച് കേൾക്കണേ. Fe2O3 ഞാൻ തൊട്ട് താഴെ എഴുതാം, ഓർത്തു വെച്ചോ. ഫോം ചെയ്യുന്ന Fe2+ അയോണുകളും ഫോം ചെയ്യുന്ന വാട്ടറും ചേർന്ന് എന്ത് ഫോം ചെയ്യും? Fe2O3 XH2O എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇവൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്നാണെങ്കിൽ ഇവൻ്റെ കോമൺ നെയിമാണ് എന്ത്? റസ്റ്റ് അഥവാ തുരുമ്പ്. മക്കളെ, തുരുമ്പുണ്ടാവുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ. അല്ല, നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ കൂടി ഓർത്ത് വെച്ചോ. പ്രധാനപ്പെട്ട 3 മെത്തേഡുകൾ പറയാം. ഒന്ന്, പെയിൻറ്റോ വാർണിഷോ ഒക്കെ ഇരുമ്പിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോട്ട് ചെയ്താൽ മതി. നമ്മളതിനെ ബാരിയർ പ്രൊട്ടക്ഷൻ എന്നാണ് വിളിക്കുക, ബാരിയർ പ്രൊട്ടക്ഷൻ. രണ്ടാമത്തെ എന്താണ് മക്കളെ? നമ്മൾ ഇരുമ്പിന് മുകളിൽ പെയിൻറ്റും വാർണിഷും ഒക്കെ കോട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇരുമ്പിനേക്കാൾ റിയാക്റ്റീവായ ഒരു ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ കോട്ട് ചെയ്താൽ മതി. അതായത് സിങ്കോ മെഗ്നീഷ്യോ ഒക്കെ കോട്ട് ചെയ്താൽ മതി. സെറ്റാണല്ലോ? അതിൽ സിങ്ക് ആണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഗാൽവനൈസേഷൻ എന്നാണ് വിളിക്കുക. അങ്ങനെ കിട്ടുന്ന അയോണിനെ, സിങ്ക് കോട്ട് ചെയ്ത അയോണിനെ നമ്മൾ ഗാൽവനൈസർ അയൺ എന്ന് വിളിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് ഉണ്ട്. റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് നോർമലി ആൽക്കലൈൻ സൊല്യൂഷൻസ് ആയിരിക്കും കേട്ടോ. ആൽക്കലൈൻ സൊല്യൂഷൻസ് വാങ്ങി കോട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുമോ? ഉറപ്പായിട്ടും ചോദിക്കും മക്കളെ. ദ റസ്റ്റിംഗ് ഓഫ് അയൺ can be considered as due to the formation of electrochemical cell on its surface. Write the anodic and cathodic reaction taking place during rusting.
ഞാൻ എഴുതിയതാണ്, അത് അതേപോലെ പഠിക്കുക. റൈറ്റ് 2 മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് മെറ്റൽസ്, അതും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അതേപോലെ പഠിക്കുക മക്കളെ. ഓക്കെ ആണല്ലോടാ, സെറ്റാണല്ലോടാ, അത് ക്ലിയർ ആണല്ലോ മക്കളെ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള വളരെ പ്രധാനപ്പെട്ട സകല സംഗതികളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മക്കളെ അടിപൊളിയായിട്ട് പഠിക്കണം, പരീക്ഷയാണ് വരാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.